വീർപാട് തപസ്യ വോളി ഗ്രൗണ്ടിൽ 10ാമത് ഓൾ കേരള തപസ്യ വോളിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ്, ആറളം തപസ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന 10ാമത് ഓൾ കേരള തപസ്യ വോളിക്ക് വീർപാട് തപസ്യ വോളി ഗ്രൗണ്ടിൽ ശനിയാഴ്ച തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ എം.ആർ. ഷാജി ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തപസ്യ പ്രസിഡന്റ് പ്രതീഷ് പി കെ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വോളി ഉദ്ഘാടനം ചെയ്തു. തപസ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ ഏതാനും വർഷമായി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ടൂർണമെന്റാണ് ഈ വീർപാടിന്റെ മണ്ണിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ടീമുകൾ ഇവിടെ ഈ കോർട്ടിൽ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. വീർപാടിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വോളിബോളിനെ സ്നേഹിക്കുന്ന ഏറെ ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് വീർപാട് സമീപ പ്രദേശം. അതിവിടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാം. ഇവിടെ മാത്രമല്ല, നമ്മുടെ മലയോര മേഖലയിൽ എവിടെ വോളിബോൾ ടൂർണമെന്റ് ഉണ്ടെങ്കിലും അവിടെയെല്ലാം സ്ഥിരം സാന്നിധ്യമായി ഈ പ്രദേശത്തെ കായിക പ്രേമികൾ എത്തിച്ചേരുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. എല്ലായിടത്തും വീർപാടുകാരുടെ സാന്നിധ്യം ഉണ്ടാവും. നാം വോളിബോളിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ പ്രായമായ ഹംസക്ക ഉൾപ്പെടെ പഴയ വോളിബോൾ താരം പ്രായമായിട്ട് പോലും വൈകിയാണെങ്കിലും മത്സരങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും എത്തിച്ചിരുന്നു. ഇനി ഒരുപാട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ആളുകൾ പഴയ താരങ്ങളും എല്ലാം ഇത്തരം വോളിബോൾ കോർട്ടുകളിൽ സജീവമായിട്ട് നിൽക്കുന്നു. പ്രായമുള്ള ആൾക്കാർ മാത്രമല്ല, ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ വോളിബോളിനെ സ്നേഹിക്കുന്ന വലിയൊരു സംഘം ഈ നാടിനകത്തുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കായിക ഇനങ്ങളിൽ ദേശീയ തലത്തിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കുള്ള അനുമോദനം ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ ചടങ്ങിൽ നിർവഹിച്ചു. പ്രതിരോധ മേഖലയിലെ ജവാന്മാരെയും വിമുക്ത ഭടന്മാരെയും ആദരിക്കൽ ആറളം SHO ഷുഹൈബ് കെ നിർവഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർഗരറ്റ് വെട്ടിയാംകണ്ടത്തിൽ, ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വസന്ത മോഹൻ, സോണൽ കൺവീനർ സജീവൻ കൊട്ടാരം മാലൂർ, ചെടിക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പ്രതിനിധി മാത്തുക്കുട്ടി പന്തപ്ലാക്കൽ, കാനക്കരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിനിധി അഭിലാഷ് US, മന്തത്ത് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രം പ്രതിനിധി ലൈജിത്ത് TP, ചെടിക്കുളം ജുമാ മസ്ജിദ് പ്രതിനിധി ബഷീർ ഹാജി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തപസ്യ സെക്രട്ടറി സന്തോഷ് MD ചടങ്ങിന് നന്ദി അറിയിച്ചു. ശനിയാഴ്ച രാത്രി 8:30 ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയും ടാസ്ക് മക്രേരിയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച SN കോളേജ് ചേളന്നൂരും യുവതാര പട്ടാനൂരും ഏറ്റുമുട്ടും. ശശീന്ദ്രത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ബാലകൃഷ്ണനായ ശാന്തമ്മ എൻ്റെ വീട്ടാണ് നമ്മൾ ഈ വോളിബോൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നന്മ ചെയ്ത് നമ്മുടെ നാട്ടിനോട് ഒപ്പം ചേർന്ന് നിന്ന ആളുകളെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ആ കുടുംബങ്ങൾ 10 വർഷമായിട്ട് ഈ വോളിബോളിൻ്റെ നെഞ്ചിലേറ്റി ഈ നാടിനോടൊപ്പം നിൽക്കുന്നു. വീർപാടിനെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ ഈ നാടിൻ്റെ ഒരു ഫലമാണ്. ഏതാണ്ട് 6 കോർട്ട് വോളിബോൾ കോർട്ടുള്ള ഒരു 30 വർഷം മുമ്പ് വീർപാടിൻ്റെ ഓർമ്മയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാത്തത്. ക്യാപ്റ്റൻ കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.